സോഹം ഷാ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഗിരീഷ് കോഹ്ലി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ഹിന്ദി സിനിമയായിട്ടുള്ള ക്രേസി, ക്രാഫ്റ്റ് കൊണ്ട് മികച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സിംഗിൾ ക്യാരക്ടർ ത്രില്ലറാണ്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെട്രോ നഗരത്തിൽ നിന്നും പതിയെ റോഡും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു വിജനമായ സ്ഥലത്തേക്ക് എത്തുന്ന ഈ സിനിമയുടെ ട്രാൻസിഷൻ കണ്ടാൽ തന്നെ കഥാപാത്രത്തിന്റെ ജേണിയെ സിംബോളിക്കലായിട്ട് കാണിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് മനസ്സിലാകും. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു സാരോപദേശ സ്വഭാവം ഈ പടത്തിനുണ്ട്. പോരാത്തതിന് ഇത് എങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് നമ്മൾ ഊഹിക്കാൻ സാധ്യതയുള്ളതിന്റെ മുകളിലേക്ക് പോകാൻ പടത്തിന് സാധിക്കുന്നില്ല. രണ്ടാം പകുതിയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നതിൽ ചിലതൊക്കെ കഥയുടെ വിശ്വസനീയത ഇല്ലാതാക്കുന്നത് കാരണം ഇനിയും മെച്ചപ്പെടുത്താനുള്ള എന്നാൽ സാമാന്യം ശ്രമിച്ചിട്ടുള്ള ഒരു സിനിമ എന്ന നിലയിൽ ക്രേസി അവസാനിക്കുന്നു. ഡൽഹിയിലെ ഒരു പ്രമുഖ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട സർജനാണ് നമ്മുടെ നായകനായിട്ടുള്ള അഭിമന്യു സൂദ്. ആദ്യ വിവാഹം വേർപിരിഞ്ഞ അഭിമന്യു സ്വന്തം മകളുടെ കാര്യമൊന്നും നോക്കുന്നതിന് യാതൊരു താല്പര്യവുമില്ലാത്ത ഒരു അച്ഛനാണ്. ഒരു ഫൈനാൻഷ്യൽ ഡീല് സെറ്റാക്കാൻ പോകുന്ന യാത്രാമധ്യേ അഭിമന്യുവിനെ അയാളുടെ മകളെ ആരോ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കോൾ ലഭിക്കുകയാണ്. ആദ്യം ആരോ തമാശ കളിക്കുകയാണ് എന്ന് വിചാരിച്ച അഭിമന്യു പിന്നീട് കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നു. അടുത്ത കുറച്ച് നിമിഷങ്ങളിൽ അഭിമന്യു കടന്നുപോകുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഒരു ലോങ് സിംഗിൾ ടേക്ക് ഷോട്ടിലൂടെ ആരംഭിക്കുന്ന സിനിമയുടെ ഫ്രെയിമുകളിലൂടെ ഇത് വളരെ റേസി ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പടമാണ് എന്ന് ഗിരീഷ് കോഹ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അഭിമന്യുവിന്റെ ലോകവും അയാൾ പലതരത്തിലുള്ള ആളുകളോട് ഏത് രീതിയിലാണ് ഇടപെടുന്നത് എന്നൊക്കെ നമുക്ക് തുടക്കത്തിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. സിനിമയുടെ ആകെ ഡ്യൂറേഷൻ വെറും 93 മിനിറ്റാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ഇട്ട് വലിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ പ്രധാന ഇവന്റിലേക്ക് സിനിമ കടക്കുന്നുണ്ട്. വളരെ കാഷ്വലായി കഥയിലേക്ക് കടന്നു വരുന്ന പല കാര്യങ്ങൾക്കും പിന്നീട് ഒരു പേർപ്പസ് ഉണ്ട്. ഇയാൾക്ക് പോലീസിന്റെ സഹായം സ്വീകരിച്ചുകൂടെ എന്ന തരം ലോജിക്കൽ സംശയങ്ങളെ ടാക്കിൾ ചെയ്യാൻ പാകത്തിന് പല കാര്യങ്ങളും തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ ചില ഭാഗങ്ങളിലൊക്കെ ഈ ഒരു കഥാപാത്രത്തിന്റെ ധാർഷ്ട്യം മനഃപൂർവ്വം കൂട്ടിവെച്ചതുപോലെ തോന്നി. അതിനൊരു കൺവിക്ഷൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ തിരക്കഥ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ മനുഷ്യത്വം അല്പം കുറഞ്ഞ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു മനുഷ്യനെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ കാര്യമായി മാറ്റിയെടുക്കണം എന്നതാണ്. യാത്രക്കിടയിൽ മറ്റൊരു കാറിലുള്ള ഒരു ചെറിയ കുട്ടിയെ കാണുമ്പോൾ അയാളുടെ ഉള്ളിലെ അച്ഛൻ ഉണരുന്നത് പോലെയുള്ള സിംബോളിക് ഷോട്ടുകൾ പടത്തിലുണ്ട്. കിഡ്നാപ്പറും ഡോക്ടറും തമ്മിലുള്ള മൈൻഡ് ഗെയിമുകളും തുടക്കത്തിൽ കാണുന്ന ചില ചേസ് മൊമെന്റുകളും നമ്മളെ പടത്തിൽ ഇൻട്രസ്റ്റഡ് ആക്കുന്നുണ്ട്. നമ്മൾ ഊഹിക്കുന്ന ഒരു ടെംപ്ലേറ്റിൽ നിന്നും ഈ പടം എങ്ങനെ മാറും എന്നറിയാനും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ തുടർന്ന് അങ്ങോട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളും ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഗിരീഷ് കോഹ്ലി സ്വല്പം കഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഡോക്ടർ വീഡിയോ കോളിലൂടെ ഒരു സർജറി വരെ നടത്തുന്നുണ്ട്. കുറച്ച് ഓവറായാലേ ശ്രദ്ധിക്കൂ എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ചധികം ഓവറായ കാര്യങ്ങൾ ചെയ്യാനാണ് തിരക്കഥ ശ്രമിച്ചത്. ഒരൊറ്റ കഥാപാത്രം മാത്രമുള്ള സിനിമയായതുകൊണ്ട് നിർമ്മാതാവ് കൂടിയായ സോഹം ഷാ മാത്രമാണ് ഇതിലെ പ്രധാന പെർഫോമർ. തുടക്കത്തിലെ അരഗൻസും പിന്നീട് അങ്ങോട്ടുള്ള കഥാപാത്രത്തിന്റെ മാറ്റവും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ശബ്ദ സാന്നിധ്യമായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂവെങ്കിലും നിമിഷ സജയൻ ഒരു അമ്മയുടെ ടെൻഷൻ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ട്. ടിനു ആനന്ദ്, ശില്പ ശുക്ല, പീയൂഷ് മിശ്ര എന്നിവരാണ് മറ്റ് പ്രധാന ശബ്ദ സാന്നിധ്യം. ഒരു പൾപ്പി ആക്ഷൻ ത്രില്ലർ ആകാനും പിതൃത്വത്തെക്കുറിച്ചുള്ള ഒരു ഉപദേശ പടമാകാനും ഒരേ സമയം ശ്രമിക്കുന്ന സിനിമയാണ് ക്രേസി. ഒറ്റ കഥാപാത്രം മാത്രം എന്നതും എല്ലാം പറയാൻ 90 മിനിറ്റേ ഉള്ളൂ എന്നതും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എക്സൈറ്റിംഗ് എലമെൻറ്റുമാണ്, റിസ്ക്കുമാണ്. ഒടുക്കം കുറേയൊക്കെ ശ്രമിച്ച് ചിലതൊക്കെ നേടിയെടുത്ത ഒരു തരക്കേടില്ലാത്ത ത്രില്ലർ എന്ന നിലയിലാണ് ഈ പടം അവസാനിക്കുന്നത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്